ശത്രുദോഷ നിവാരണത്തിന് ഈ മന്ത്രം ഓരോ ജപിക്കുക. മന്ത്രങ്ങൾക്കും അസാമാന്യ ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. ഈ യഥാവിധി ജപിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയുമെന്ന് ആചാര്യന്മാർ പറയുന്നു. എന്നാൽ ശരിയായ രീതിയിലല്ല ജപിക്കുന്നതെങ്കിൽ വിപരീത ഫലം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മന്ത്രജപം 3 രീതിയിലാണ് ജപിക്കേണ്ടത്: മനസ്സുകൊണ്ട് ചൊല്ലേണ്ടത്, ഉറക്കെ ചൊല്ലേണ്ടവ, ചുണ്ടുകൊണ്ട് ജപിക്കേണ്ടവ എന്നിങ്ങനെ 3ആയാണ് മന്ത്രങ്ങളെ തിരിച്ചിരിക്കുന്നത്. ശത്രുദോഷ നിവാരണത്തിന് ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് സുദർശന മന്ത്രം. മഹാവിഷ്ണുവിന്റെ വലത് കൈയിൽ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആയുധമാണ് സുദർശനം. നല്ല ദൃഷ്ടി എന്നാണ് സുദർശനം എന്ന വാക്കിന്റെ അർത്ഥം. നമ്മളെ സ്വാധീനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന ദോഷദൃഷ്ടികളെ സുദർശനമൂർത്തിയുടെ 1000 പല്ലുകളുള്ള ചക്രം കൊണ്ട് അറുത്തു നീക്കി നമ്മളിലേക്ക് ഈശ്വരന്റെ ശുഭദർശനം ലഭിക്കുമെന്നാണ് വിശ്വാസം. നിത്യവും സുദർശന മന്ത്രം ജപിച്ചാൽ മഹാവിഷ്ണുവിനെയും സുദർശന ചക്രത്തെയും പ്രീതിപ്പെടുത്താനാകുമെന്ന് ഉത്തിഷ്ട ഫലപ്രാപ്തി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. മഹാവിഷ്ണുവിന് പ്രധാനപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച. ആയതിനാൽ എല്ലാ വ്യാഴാഴ്ചയും സുദർശന മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ്. അതിരാവിലെ സ്നാനം ചെയ്ത് മനസ്സും ശരീരവും ശുദ്ധിയാക്കി പീഠത്തിലിരുന്ന് സുദർശന മന്ത്രം ജപിക്കുക. മൂലമന്ത്രം ആയതിനാൽ സ്ത്രീകൾ ചൊല്ലരുതെന്ന വ്യവസ്ഥയുണ്ട്. ഏറ്റവും കുറഞ്ഞത് 108 തവണ ചൊല്ലുന്നത് അത്യുത്തമമാണ്. വിഷ്ണുപ്രീതി കുറവായിരിക്കുന്നവർക്ക് ഉത്തമ പരിഹാരമാണ് സുദർശന മന്ത്രം.